ഹായ്, ഇന്നൊരു പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ? ഇത് മുരിങ്ങയുടെ തൈയാണ് കേട്ടോ. ഇത് മുരിങ്ങക്കായ ഇട്ട് നട്ട് വളർത്തിയതാ. ഈ മുരിങ്ങക്കായ എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ തന്നതാണ്. ഈ കായ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും ആ സ്നേഹിതൻ തന്ന എന്തായാലും നല്ല മൊത്തം മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാഴ്ച മുമ്പ് കടയിൽ പച്ചക്കറിക്ക് ഒരു ചെറിയ സാമ്പാർ വെച്ചേക്കാന്ന് വിചാരിച്ച് പോയി. മുരിങ്ങക്കായുടെ വില ചോദിച്ചപ്പോൾ ഞെട്ടിപ്പോയി. 100 രൂപ ഞെട്ടിപ്പോയി. നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് എല്ലാ വീടുകളുടെ പറമ്പിലും യഥേഷ്ടം കാണുന്ന മുരിങ്ങക്കായുടെ വില 100 രൂപ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ആർക്കും മുരിങ്ങക്ക വേണ്ടല്ലോ. മുരിങ്ങയുടെ ഇല മുതൽ തൊലി, വേര്, കായ, പൂവ് ഇതെല്ലാം ഔഷധങ്ങളിലും ഭക്ഷണത്തിനുമായി ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മളാരും ഇതിന് ഒരു വില കൽപ്പിക്കുന്നില്ല കേട്ടോ. അത് ഭയങ്കര മഹാ അത്ഭുതം തന്നെയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ നാട്ടിലുള്ള ആ വസ്തു വിദേശത്ത് പോകുമ്പോൾ സാമ്പാറിനൊക്കെ പിള്ളേർ ഒരു കഷ്ടത്തിന് മുരിങ്ങക്കായ്ക്ക് ചെല്ലുമ്പോൾ എന്നാ വിലയാണെന്നറിയാവോ. പിന്നെ ഈ മുരിങ്ങയുടെ ഇലയൊക്കെ ഉണങ്ങി എന്തോ പ്രോസസ്സിങ് നടത്തുന്നത് കേട്ടു. അപ്പോൾ ഇതല്ലാതെ മുരിങ്ങയുടെ ഔഷധ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരിയാണ്. മുരിങ്ങയുടെ കായ, കായ ഇങ്ങനെ മുരിങ്ങക്കായ ഉണ്ടായി വരുമ്പോൾ അത് കണ്ടിച്ച് തോരൻ വയ്ക്കുക, മെഴുക്കുവറ്റി പോലെ ഉണ്ടാക്കി ഉരുളൻ കിഴങ്ങും അതിനോട് കൂടെ ഉണ്ടാക്കി ആ തൊലി അടക്കം നമുക്ക് കഴിക്കാം. അപ്പം അങ്ങനെ പല പല സംഗതികളും പല പല കറി ഐറ്റംസുകളും ഈ മുരിങ്ങക്കായിൽ നമുക്ക് ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. കുട്ടികൾക്ക് എത്ര നല്ലതാണെന്നറിയാം. കണ്ണിന് കാഴ്ച, എന്തെല്ലാമാണ് ഈ മുരിങ്ങക്ക നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ചെന്നാലുണ്ട്. ഒരു വിഷമില്ലാത്ത, അതിന് പ്രത്യേകിച്ച് വിഷമില്ല. ഇതിന് മരുന്നടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ എന്താ കർക്കിടക മാസം അങ്ങോട്ട് തിന്നാൻ പറ്റില്ല നിങ്ങൾ പറയുന്നുണ്ട്. അത് എത്ര കൊണ്ട് ഇതാണെന്ന് എനിക്കറിയില്ല. ചിലർ ഉപയോഗിക്കത്തില്ല, ചിലർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. കർക്കിടക മാസം എന്ത് കർക്കിടക മാസം? മുരിങ്ങയിലേക്ക് വല്ല കർക്കിടക മാസമോ? അതൊക്കെ ചുമ്മാ പറയാമെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ യുക്തം. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ സ്വദേശം, എൻ്റെ തറവാട് കുതിരാനിലാണ്. കുതിരാൻ. ഞാനിപ്പോൾ താമസിക്കുന്നത് എളനാട് ആലഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എനിക്ക് സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ കുതിരാനിലുള്ള സ്ഥലത്ത് ഇതുപോലൊരു ബന്ദോബസ്താക്കി വെള്ളത്തിന് സൗകര്യമൊക്കെ ഉണ്ടാക്കി മുരിങ്ങയുടെ തൈ നടാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും പറമ്പ് വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് കൃഷി ചെയ്യാൻ പറ്റാതെ ആനയോ പന്നിയൊക്കെ കയറി ഉപയോഗശൂന്യമായി കൃഷി നടത്താൻ പറ്റാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഞാൻ ലീസിനെടുത്തോളാം ഒരു 10 വർഷത്തേക്ക്. പക്ഷേ ഒന്നുകൊണ്ട് കണ്ടീഷനുണ്ട്. അത് നിങ്ങൾ ചെയ്തു തരണം. കാരണം സ്ഥലം വെറുതെ കിടക്കാമെന്ന് ഓർത്തണം. ഒന്ന്, ആ സ്ഥലം ഒരു ബന്ദോബസ്താക്കി തരണം. വെള്ള സൗകര്യം ഒരുക്കി തരണം. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ആ സ്ഥലം ക്ലീൻ ആക്കി തരണം. ഈ 3 കണ്ടീഷൻ. പിന്നെ 10 വർഷത്തേക്ക് ലീസ്. ഒന്നോർത്തോണം, അത് വെറുതെ കിടക്കുകയാണെന്നുള്ളത്. പിന്നെ എന്ന് മുതൽ അതിൽ കായ ഉണ്ടാകുന്നുണ്ടോ അന്ന് മുതൽ 4/1 ഭാഗം അതിൻ്റെ ഓണർക്ക് കായായിട്ടോ അല്ലെങ്കിൽ അത് വിറ്റ് അതിൻ്റെ പൈസയോ എത്തിക്കുന്നതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. അത് മിക്കവാറും ഞാനിപ്പോൾ ആദ്യം എനിക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് എളനാടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ പേര് വിൽസൺ NP, VILSON. നമ്പർ 9420284129. ഇതാണ് എൻ്റെ നമ്പർ. ഒന്നുകൂടി നമ്പർ പറയാം. 9420284129. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ, ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.